ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൺസ്. അങ്ങനെ 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഓക്കെ, എടാ അപ്പൊ നോക്കാം. വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് എന്നുള്ളതാണ് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ അല്ലെ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോരോ ടോപ്പിക്സ് ആയിട്ട് പഠിച്ചു വന്നു. ഗാലക്സിയെ കുറിച്ച് പഠിച്ചു, അതേപോലെ തന്നെ ഓരോരോ അല്ലെ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഓർക്കുന്നില്ലേ? എന്തൊക്കെയായിരുന്നു അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകളെന്നും ഓരോ ഗ്രഹങ്ങളും അല്ലെങ്കിൽ പ്ലാനറ്റ്സും അതിന്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ എടുത്തു പഠിച്ചു. സോളാർ സിസ്റ്റം അഥവാ സൗരയുധത്തെ കുറിച്ച് പഠിച്ചു. നേരെ നമ്മൾ അതിന്റെ ഭൂമി, അത് കഴിഞ്ഞ് നേരെ പോയത് ഭൂമിയെ കുറിച്ച് പഠിക്കാനാണല്ലേ. ഭൂമിയെക്കുറിച്ച്, ഭൂമിയുടെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ദെൻ മോഷൻ അല്ലെ, റൊട്ടേഷനും റെവല്യൂഷനും അല്ലെ, നമ്മളതൊക്കെ പറഞ്ഞു. ഭ്രമണവും പരിക്രമണവും ഒക്കെ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ സീസൺസ് ആണ് നമ്മൾ അടുത്ത പറഞ്ഞത്. ഇടവപ്പാതി, ചിങ്ങം, തുലാവർഷം, വൃശ്ചികം, മകരം മാസങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ദെൻ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് എന്തായിരുന്നു? ഒരു സീസൺസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു നമ്മൾ. ഓർക്കുന്നില്ലേ എല്ലാവരും? സമ്മർ സീസൺ, റെയിനി സീസൺ, വിന്റർ സീസൺ, വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത്. യെസ്, ഓർക്കുന്നില്ലേ എല്ലാവരും? ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെദർ അഥവാ കാലാവസ്ഥയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വെദർ ആൻഡ് ക്ലൈമറ്റ്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെദർ, ചിലപ്പോൾ നിങ്ങൾ കേട്ടത് കാലാവസ്ഥ എന്നായിരിക്കും. അപ്പോൾ ആക്ച്വലി എന്താണ് വെദർ, എന്താണ് കാലാവസ്ഥ, രണ്ടും സെയിം തന്നെയാണോ നോക്കാം നമുക്ക്. ശ്രദ്ധിക്കാം. വെദർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. അതെങ്ങനെയാണ്? അതൊരു അറ്റ്മോസ്ഫിയറിക് അന്തരീക്ഷത്തിലെ ഒരു അല്ലെങ്കിൽ ഒരു അവസ്ഥ തന്നെയാണ്. അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ആൻ ഏരിയ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, റെയിൻ, വിൻഡ് ആൻഡ് ക്ലൗഡ്സ് അല്ലെ. ഒരു സമയത്ത് ഒരു പ്രദേശത്ത്, ഒരു പ്രത്യേക പ്രദേശത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഈർപ്പം, താപനില, മഴ, കാറ്റ്, മേഘങ്ങൾ ഇതെല്ലാം സ്വാധീനിക്കുന്നത് എന്തിനെയാണ്? വെദർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതിയാണ് കേട്ടോ. ഒരു പർട്ടിക്കുലർ ടൈമിൽ കേട്ടോ, ഒരു പ്രദേശത്തെ ഒരു കുറച്ച് സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന ഈ പറഞ്ഞ ഓരോ ചേഞ്ചസ്. എന്നാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട്, ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഒരു പ്രദേശത്തെ ദൈനംദിന കാലാവസ്ഥയുടെ ദീർഘകാലത്തെയാണ് എന്ത് കാണിക്കുന്നത്? കാലാവസ്ഥ കാണിക്കുന്നത്. അവിടെ എന്നും മഴയാ, അവിടെ എന്നും വെയിലാ, നല്ല ചൂടാ, അങ്ങനെ കാണിക്കുന്നതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാറിപ്പോകരുത് വെദറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, യെസ്. ഞാൻ അടുത്ത് നോക്കാടാ. ഇവിടെ നമ്മൾ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹീറ്റ് റൈസസ്, ചൂട് കൂടുന്നു. അലേർട്ട് ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശമൊക്കെ പറഞ്ഞു. ഹെവി റെയിൻ, ഓറഞ്ച് അലേർട്ട് ആണ്. 5 ഡിസ്ട്രിക്റ്റിലായിട്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. സ്ട്രോങ് വിൻഡ് ലൈക്ലി, നല്ല ശക്തമായ കാറ്റ്. എങ്ങനെയാണ്? ഫിഷർമാൻ വാണ്ട് എഗെയിൻസ്റ്റ് ദ വെഞ്ചറിങ് ടു ദ സീ, എന്താണ്? മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് പോകരുതെന്ന് മുന്നറിയിപ്പ്. ദെൻ സ്നോഫാൾസ് ഗെയിൻ ഇൻ ഹിമാചൽ, അഗെയിൻ ഇൻ ഹിമാചൽ, ഹോളിഡേയ്സ് ഫോർ സ്കൂൾസ് അല്ലെ. ഹിമാചലിൽ വീണ്ടും മഞ്ഞു വീഴ്ച, സ്കൂളുകൾക്ക് അവധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആർട്ടിക് റീജിയൻ അഥവാ ആർട്ടിക് മേഖല എന്താണ്? പീപ്പിൾ കോൾഡ് ഇന്യൂട്ട്സ് വിയർ ലെതർ ഫുട്വെയേഴ്സ് ആൻഡ് ഫർ ക്ലോത്ത്സ്. ഇന്യൂട്ട് എന്നറിയപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ്? തുകൽ, അതേപോലെ തന്നെ പാദരക്ഷകളും വസ്ത്രങ്ങളും ധരിക്കുന്നു. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്യൂട്ട്സ് എന്നറിയപ്പെടുന്ന ഇവരുടെ വസ്ത്രധാരണം നോക്കാം. പാദരക്ഷകളും അതേപോലെ തന്നെ അതിന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലും അതേപോലെ തന്നെ ആളുകളുടെ തുകൽ, പാദരക്ഷകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. Then the travel on sledges pulled by dogs. Winter lasts 6 months and they have stay in igloos അല്ലെ. നായകൾ വലിക്കുന്ന അവർ സ്ലെഡ്ജുകളിലായാണ് സഞ്ചരിക്കുന്നത്. കണ്ടോ, നായകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു നമ്മളിപ്പോ പഴയ സിനിമകളിലൊക്കെ കാണുന്നുണ്ടാവും അല്ലെ. ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ചെറിയ മറ്റേ ഓട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല, റിക്ഷയൊക്കെ പോലത്തെ. അതേപോലെ നായകൾ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളും. ഇവര് 6 മാസം ഇവിടെ എങ്ങനെയായിരിക്കും? ശൈത്യം, തണുപ്പ്, വിന്റർ ആയിരിക്കുമുള്ള ഈ 6 മാസം അവര് ഇഗ്ലൂസിലായിരിക്കും താമസിക്കുന്നത്. ഇഗ്ലൂസ് കണ്ടോ, ഇതാണ് ഇഗ്ലൂസ് കേട്ടോ. ഈ ഇഗ്ലൂസിലായിരിക്കും അവര് താമസിക്കുന്നത്. Then main plants are fern and moss. ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യങ്ങൾ എന്താണ്? ഫോണുകളും അതേപോലെ തന്നെ പായലുകളുമാണ്. ആനിമൽസ് ഇൻക്ലൂഡ്സ്, ഇവിടെ മൃഗങ്ങളോ? വെയിൽസ്, തിമിംഗലം, ഫിഷ്, മത്സ്യം, സ്നോ ഓൾസ്, ഹിമമൂങ്ങകൾ, ദെൻ സീൽസ്, സീലുകൾ, പോളാർ ഡിയേഴ്സ്, ധ്രുവക്കരടികൾ, ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട മൃഗങ്ങളാണ്. പീപ്പിൾ സർവൈവ്സ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് അല്ലേ. മീൻപിടുത്തം വഴിയാണ് ആളുകൾ ഇവിടെ അതിജീവിക്കുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ട്രോപ്പിക്കൽ ഡെസേർട്സ്. എന്തൊക്കെയാണ് ട്രോപ്പിക്കൽ ഡെസേർട്സ് അഥവാ ഉഷ്ണ മേഖലാ മരുഭൂമികളുടെ പ്രത്യേകതകൾ? ഒന്ന്, ലാൻഡ്
ലാർജ് ഏരിയാസ് ഓഫ് സാൻഡ് ആൻഡ് സാൻഡ് ഡ്യൂൺസ് അല്ലെ, മണലുകളുടെയും കുന്നുകളുടെയും പ്രദേശങ്ങളാണ്, വലിയ വലിയ പ്രദേശങ്ങളാണ്. ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് ലോ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്, പകൽ സമയത്ത് ഉയർന്ന താപനിലയും രാത്രിയാണെങ്കിലോ കുറഞ്ഞ താപനിലയായിരിക്കും, അതായത് ചൂട് കുറവായിരിക്കും. വെരി ലിറ്റിൽ റെയിൻഫാൾ, വളരെ കുറവ് മഴയും അതേപോലെ തന്നെ ഡ്രൈ വിൻഡ്, വരണ്ട കാറ്റുമാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. വാട്ടർ സ്കേഴ്സിറ്റി ഈസ് കോമൺ, ജലക്ഷാമം സാധാരണമാണ്. സ്പെയർലി പോപ്പുലേറ്റഡ് റീജിയൻ അല്ലെ, ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളാണ്. ഓക്കെ, പീപ്പിൾ ഫോളോ ക്ലൈമറ്റ് അഡാപ്റ്റഡ് ലൈഫ് സ്റ്റൈൽ അല്ലെ, കാലാവസ്ഥയ്ക്ക് ജീവിത ശൈലിയാണ് പിന്തുടരുന്നത്. അനുയോജ്യമായ ആളുകൾ അല്ലെ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ജീവിത ശൈലിയാണ് ഇവിടുത്തെ ജനങ്ങൾ പിന്തുടരുന്നത്. ഫ്രീക്വന്റ് റോഡ്സ് ആൻഡ് സാൻഡ്രോംസ്, അടിക്കിടെയുള്ള എന്താണ് മണൽക്കാറ്റും അതേപോലെ തന്നെ സാൻഡ്രോംസ് വരൾച്ചയെല്ലാം, ഡ്രോട്ടും അതേപോലെ തന്നെ മണൽക്കാറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ലൂസ് ക്ലോത്തിങ് ആൻഡ് ഫേസ് കവറിംഗ് ഹെഡേഴ്സ് വെർ വോൺ ബൈ ദി ഡെസേർട്ട് ഡ്വെല്ലേഴ്സ്. എങ്ങനെയാണ് മരുഭൂമി നിവാസികൾ അയഞ്ഞ വസ്ത്രങ്ങൾ, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സും അതേപോലെ തന്നെ മുഖം മടഞ്ഞ ശിരോവസ്ത്രങ്ങളും ആയിരിക്കും, ഹെഡ് ഡ്രസ്സസും ആയിരിക്കും അവർ ധരിക്കുന്നത്. ഓക്കെ, അത്രയും നോക്കാം. ക്യാമൽസ് ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ക്യാരിയിങ് ഗുഡ്സ് അല്ലെ, ഗതാഗതത്തിനായിട്ട് അതേപോലെ തന്നെ കൊണ്ടുപോകുന്നതിനും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ട് ഒട്ടകങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡെസേർട്സിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1-2 എണ്ണം അവിടെ തന്നിട്ടുണ്ട്, ബാക്കി കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. നമ്മളിപ്പോ ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് അവിടെ വരുന്നത്, ഒന്ന് എഴുതി നോക്കാം കേട്ടോ. അവിടെ നോക്കടാ, ക്ലൈമറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. പീപ്പിൾ അഡോപ്റ്റ് ദെയർ വേ ഓഫ് ലൈഫ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് അല്ലേ, കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ഓരോരുത്തരും ആളുകളും അവരുടെ ജീവിത രീതിയെ പൊരുത്തപ്പെടുത്തുന്നത്. അഗ്രികൾച്ചർ, ഒക്യുപ്പേഷൻ, ഫുഡ് ഹാബിറ്റ്സ് ആർ ഷേപ്ഡ് ബൈ ദ ക്ലൈമറ്റ്. കൃഷി, തൊഴിൽ, ഭക്ഷണശീലങ്ങൾ എന്നിവയെല്ലാം നമ്മൾ എന്താണ്, കാലാവസ്ഥയെ ആശ്രയിച്ചാണ് അല്ലെ. തണുപ്പ് കൂടുമ്പോൾ നമ്മൾ തണുപ്പുള്ള ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല, കൂടുതൽ എങ്ങനെയായിരിക്കും, ചൂടുള്ള ഹോട്ടായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അല്ലെ. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ക്ലോത്തിങ് ഈസ് ഡിസൈൻ ടു സ്യൂട്ട് ദ ലോക്കൽ വെദർ കണ്ടീഷൻ. അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണമായാലും ഹൗസ് കൺസ്ട്രക്ഷൻ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രധാരണം, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഭവനം അല്ലെങ്കിൽ വീട് നിർമ്മാണം. സെലിബ്രേഷൻസ് ആർ ഫെസ്റ്റിവൽസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ക്ലൈമറ്റ്. സെലിബ്രേഷൻസ്, ആഘോഷങ്ങളും ഫെസ്റ്റിവൽസും എല്ലാം ക്ലൈമറ്റ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ക്ലൈമറ്റ് ചേഞ്ചസ് അഥവാ കാലാവസ്ഥാ വ്യതിയാനം എന്താന്നുള്ളത്. സ്ലോ ചേഞ്ച് ഇൻ ദ ഏരിയാസ് എർത്ത് ക്ലൈമറ്റ് കോസ്ഡ് ബൈ ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അല്ലെ, അന്തരീക്ഷ സാഹചര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ മൂലം ഭൂമിയുടെ കാലാവസ്ഥയിൽ എന്താണ്, സാവധാനത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈവൻ സ്മോൾ ചേഞ്ചസ് സിഗ്നിഫിക്കന്റ്ലി അഫക്ട് ദ നേച്ചർ. ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും എങ്ങനെയാണ് പ്രകൃതിയെ സാരമായ രീതിയിൽ, വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കാണുന്നത് അല്ലെ. കുറച്ച് പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട് നിങ്ങളോട്, ഓരോ നാച്ചുറൽ കലാമിറ്റീസും ഓരോരോ സിറ്റുവേഷൻസും കാണിക്കുന്നതാണ് അല്ലെ. ഫോറസ്റ്റ് ഫയർ, ഡ്രോട്ട്, വിൻഡ്, കോൾഡ്, ഫ്ലഡ്, then landslide എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കറിംഗ് ഓൺ ദി എർത്ത് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച് ആർ ഗിവൺ ഇൻ ദ പിക്ചേഴ്സ് അല്ലെ. എന്തൊക്കെയായിരുന്നു, കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. ലെറ്റ്സ് ചെക്ക് ഫോർ ദ സൈഡ് എഫക്ട്സ്. നമുക്ക് നോക്കാം അതിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാന്ന്. ഒന്ന്, റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ അല്ലെ, ഗ്ലോബൽ ആഗോള ടെമ്പറേച്ചർ, ചൂട് ഇൻക്രീസ് ചെയ്യുന്നത്. റൈസ് ഓഫ് സീ ലെവൽ ആൻഡ് സുനാമി ഡിസാസ്റ്റർ, സീ ലെവൽ കൂടുന്നത്, സുനാമി പോലുള്ള ഡിസാസ്റ്റർ. ദ റെയിൻഫാൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫാൾ അല്ലെ, സീസൺ അല്ലാത്ത ഫ്ലക്ച്വേറ്റിംഗ്, ഇടക്കിടക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരുന്ന ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന റെയിൻഫാൾ. ഡ്രോട്ട്, വരൾച്ച, ഇതെല്ലാം മെൽറ്റിംഗ് ഓഫ് ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുക്കൽ, ഇതെല്ലാം എന്താണ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളാണ്. നോക്കാം, ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും, വരൾച്ച, ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുക്കൽ, ഇതെല്ലാം പ്രധാനമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ എല്ലാവരും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ ചേഞ്ചിങ് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്ന് ചോദിച്ചാൽ പറയണം. Okay, what are the causes? Uncontrolled use of natural resources and unscientific construction activities harms the earth balance എന്നാണ് പറയുന്നത് അല്ലേ. പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗവും അതേപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ
സന്തുലിതാവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം. ദെൻ അതിനെ കണക്ട് ചെയ്ത് നമ്മൾ വന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ദെൻ ഒരു ടോപ്പിക്കും കൂടി നമുക്ക് പറയാനുണ്ട്. യെസ്, ഒരു മിനിറ്റ് കേട്ടോ, ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. യെസ്, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അടുത്തൊരെണ്ണം പറയാനുള്ളത്. നോക്കാം. യെസ്, ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ട് അല്ലേ? ഈ പിക്ചേഴ്സ് എല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ് കാണുന്നത് അല്ലേ? ഫയർ, സ്മോക്ക്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബേണിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. യെസ്, നോക്കാം. മെനി അൺസയന്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് ദ ക്ലൈമറ്റിക് ചേഞ്ച് നോട്ട് ഡൗൺ. ഒരുപാട് അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നമ്മുടെ മനുഷ്യന്റെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. ഒന്നെന്താടാ? ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്. നമ്മൾ കണ്ടിട്ടില്ലേ, റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നെല്ലാം വരുന്ന പുറത്തേക്ക് വിടുന്ന പുക, അതൊരു പ്രശ്നമല്ലേ? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഉള്ള മരങ്ങൾ മുഴുവൻ നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? ദെൻ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ അല്ലേ? വ്യവസായ മലിനീകരണം. ദെൻ അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലേ? അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ദെൻ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചസ്? കാലാവസ്ഥാ ഫലങ്ങളുടെ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അഫക്ട്സ് ഓൾ ലിവിംഗ് തിങ്സ് ഓൺ ദി എർത്ത്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നു. Can cause extinction of species. ജീവജാലങ്ങൾക്ക് വംശനാശത്തിന് കാരണമാകുന്നു. ട്രിഗേഴ്സ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെ? പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നമ്മുടെ കേരള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്, പ്രധാന മുൻകൈകൾ, സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. എയിംസ് ടു കൺട്രോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനെ സംരക്ഷിക്കുവാനായിട്ടും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്വം എന്താ? യൂസ് നാച്ചുറൽ റിസോഴ്സസ് കെയർഫുള്ളി ഫോർ ഫ്യൂച്ചർ അല്ലെ? ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി വിഭവങ്ങൾ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുക. ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക. സ്റ്റാർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ഷൻസ് ഫ്രം അവർ സറൗണ്ടിങ്സ് അല്ലെ? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. എൻഷുർ കൺസർവേഷൻ ഓഫ് നേച്ചർ ടു മിറ്റിഗേറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥ ലഘൂകരിക്കുന്നതിനും സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ് അല്ലെ? യെസ്. ദെൻ ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്തെല്ലാം നമുക്ക് ഈ വരുന്ന അടിക്കടി ഉണ്ടാവുന്ന ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്നതിന്, കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് എന്തെല്ലാം പാരിസ്ഥിതിക നടപടികൾ അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കും? ഒന്ന്, റെഡ്യൂസസ് ദ എയർ പൊല്യൂഷൻ. വായു മലിനീകരണം കുറയ്ക്കുക. പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ. വനനശീകരണം തടയുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ജൈവവളങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. സേവ് വാട്ടർ ആൻഡ് എനർജി. വെള്ളവും ഊർജവും ലഭ്യമാക്കുക. ദെൻ വെള്ളവും ഊർജവും ലാഭിക്കുക. വെറുതെ അനാവശ്യമായി പാഴാക്കരുത്, ലാഭിക്കുക. ദെൻ പ്ലാൻ മോർ ട്രീസ് ആൻഡ് പ്രൊട്ടക്ട് ഗ്രീൻ സ്പേസസ് അല്ലെ? കൂടുതൽ മരങ്ങൾ നടുകയും ഹരിത ഇടങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, കാലാവസ്ഥയും എൻവയോൺമെന്റിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ എടാ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണ്. നമ്മളിവിടെ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു, അതിൽ നിന്ന് നേരെ എൻവയോൺമെന്റിനെ എങ്ങനെയൊക്കെ അത് അഫക്ട് ചെയ്യും, നമുക്ക് എങ്ങനെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. സോ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ദെൻ നമുക്ക് ഈക്വാലിറ്റി എന്നുള്ളൊരു ചാപ്റ്റർ എടുക്കാനുണ്ട്. ദെൻ വരുന്ന ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. സോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.